ഒരു മൗലവി പറയുന്നു സ്വഹീഹുൽ ബുഖാരി അംഗീകരിക്കണം. വരട്ടെ. മറ്റൊരു ചോദ്യം, ഒരു സാധാരണക്കാരന് വിശ്വസിക്കാവുന്ന ഒരു ഹദീസ് ഗ്രന്ഥം ഏതാണ്? ഒന്നല്ല രണ്ടെണ്ണം കേട്ടോളൂ. ഇമാം ബുഖാരിയുടേതും ഇമാം മുസ്ലിമിന്റേതും. ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും സ്വഹീഹുകളിൽ ഒന്നുപോലും ലഈഫില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ സമാഹരിച്ച സ്വഹീഹുൽ ബുഖാരിയിൽ ഒന്നുപോലും ലഈഫില്ല. അത് പൂർണ്ണമായും സ്വീകാര്യോഗ്യമാണ്. ഒരു മുജാഹിദുകാരൻ അടുത്ത മുജാഹിദുകാരൻ പറയാ അങ്ങനായ പറ്റൂല, രണ്ടും പൂർണ്ണമായി അംഗീകരിക്കണമെന്ന വാദം ഞങ്ങൾക്കില്ല. വരട്ടെ. സഹീഹ് ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ ഇമാം ബുഖാരി മഅസൂമാണെന്നോ ആ രണ്ട് ഘട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ബുഖാരി മഅസൂമായ ആളൊന്നല്ല, അദ്ദേഹം ധരിച്ച സഹീഹ് ബുഖാരിന്റെ രണ്ട് ഘട്ടക്കുള്ളിലുള്ള മുഴുവൻ സത്യസമ്പൂർണ്ണമാണെന്നോ ആരും ഇവിടെ വാദിക്കുന്നില്ല. അപ്പോൾ സഹീഹുൽ ബുഖാരി സത്യസമ്പൂർണ്ണമാണെന്ന വാദം ഒരു മുജാഹിദിനില്ല. അത്ര മുജാഹിദിനുണ്ട്. പിന്നെ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള മതം? എന്താ നിങ്ങളുടെ കയ്യിലുള്ളത്? അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനിന് ശേഷം ഏറ്റവും പ്രാമാണികയോഗ്യമായ ഗ്രന്ഥം സഹീഹുൽ ബുഖാരിയാണ്. തർക്കമില്ല. ലോക മുസ്ലിമീങ്ങളുടെ ഇജ്മാഅാണ്, ഏകോപനമാണ്. അതിൽ മുജാഹിദുകാർ അതൊരു സത്യസമ്പൂർണ്ണമാണെന്ന വാദം അവർക്കില്ല. എന്ന് മാത്രമല്ല, സഹീഹുൽ ബുഖാരി എന്ന 60 ഹദീസുകളെ ഒരു മുജാഹിദ് മൗലവി പൂർണ്ണമായും ലഈഫാക്കുന്നു. അദ്ദേഹത്തിന്റെ ഇച്ഛപ്രകാരം ദുർബലപ്പെടുത്തുന്നു. ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സുന്നത്ത്? നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിനെ പറയില്ലാതെ കൂട്ടാൻ ഞാൻ ലൈഫാക്കിയോണ്ട് നിങ്ങൾ ആരും സംശയിക്കേണ്ട. ഇത് ആശാരി മേശരി ഒന്നുമല്ല, മുജാഹിദിന്റെ മൗലവിയാണ്. അബ്ദുസ്സലാം സുല്ലമി പറയുന്ന ആളാ. അയാൾ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ ഏറ്റവും സ്വീകാര്യോഗ്യമായ സമാഹരണമാകുന്ന സഹീഹുൽ ബുഖാരി 60 ഹദീസുകൾ ഞാൻ ലൈഫാക്കി. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഖേദം? എത്ര ധിക്കാര ചെയ്തു എന്ന് മാത്രമല്ല, ധിക്കാരം കൂടെ. പക്ഷെ ഒരു ഗുണമുണ്ട്. ഈ മുജാഹിദുകാരന്റെ ബുക്ക് പിടിക്കണമെങ്കിൽ ഗ്ലൗസ് ഇടണമെന്ന് തിരുവനന്തപുരത്തെ മുജാഹിദുകാരൻ പറയുന്നുണ്ട്. അതൊരു സമാധാന. വരട്ടെ. സൂര്യൻ സുജൂദ് ചെയ്യുന്നു എന്നൊരു ഹദീസുണ്ട് ബുഖാരിയിൽ. സലാം സുല്ലം ഇപ്പൊ ഒരു പുതിയ പുസ്തകം ഇറക്കിയിട്ടുണ്ട്, മനുഷ്യനെ പേർപ്പിച്ച് നരകത്തിലെത്തിക്കാൻ. ആ പുസ്തകത്തിൽ കാണാം അത് പൊട്ടയാണ് ബുഖാരിയിൽ. ഖുർആൻ ഒരു ആവർത്തി വായിച്ചു തുടങ്ങും. അപ്പൊ സംയുക്ത മുജാഹിദിന്റെ ഹദീസ് പണ്ഡിതനായിരുന്ന സലാം സുല്ലമി എഴുതിയ ബുക്ക് പൊട്ടയാണെന്ന് വിഘടിച്ചപ്പോൾ മുജാഹിദുകാരൻ പറയുന്നു. ഈ ലൈഫ് ഹദീസൊക്കെ ലൈഫാക്കിയത് 2 ഗ്രൂപ്പായതിനു ശേഷമല്ല, ലൈഫാക്കിയെന്ന് തുറന്നു പറഞ്ഞത് 2 ഗ്രൂപ്പായതിനു ശേഷം. പക്ഷേ ഒരുമിച്ചിരുന്ന പറ്റിയ കളിയാണ്. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അന്ന് നിങ്ങൾ എന്താ ചോദിക്കാൻ? ഇപ്പൊ അത് കാണിക്കാൻ സമയമില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരുമിച്ചിരുന്ന സമയത്ത് ലൈഫാക്കി അയാൾ ഗ്രന്ഥം പിടിക്കാൻ അയാൾ പൊട്ടയായ ഗ്രന്ഥാണെന്ന് പറയുന്നത്. ഇനി ബാക്കി വരട്ടെ. കാലൊക്കെ പൊട്ടിട്ട് സൂര്യ എങ്ങനെ നേരങ്ങ ആരപ്പൈറ്റന്റെ വിവരില്ലാത്ത സജ്ജനെ കൊണ്ടെടുക്കണ്ടല്ലോ. മുമ്പ് മരം സുജൂദ് ചെയ്യുന്നു നല്ല ഖുർആനിൽ സൂറത്തേറ്റിൽ. അതിന്റെ അർത്ഥം മരം ഇങ്ങനെ കുറിച്ചാണ്. ഈ മനുഷ്യനാണല്ലോ മുഹദ്ദിസ് നിങ്ങൾ കൊണ്ടെടുക്കുന്നത്. എനിക്കിപ്പോ തോന്നുക പണ്ട് കാലത്ത് ഇയാളെ കൂടെ നടന്ന കാലത്ത് എന്ത് വിവരക്കേടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. സൂറത്തെ അറ്റിൽ പറയാ പർവ്വതം സുജൂദ് ചെയ്യുന്നു. പർവ്വതം എങ്ങനെയാ സുജൂദ് ചെയ്യാ? അള്ളാഹ് ഖുർആനിൽ ഒരിടത്ത് പറയാ അവയൊക്കെ സുജൂദ് ചെയ്യുന്നുണ്ട്, അതിന്റെ രൂപം നിങ്ങൾക്ക് അറിയില്ല. ആയത്തെങ്കിലും മിനിമം വായിച്ചില്ല ഖുർആൻ. ഏറ്റവും ചുരുങ്ങി ഞങ്ങളെ കുട്ടികളെ കൂടെ ഒന്ന് വന്ന് ഇരുന്നൂടെ? ആ പുസ്തക കുട്ടികളുണ്ടല്ലോ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് കൈകൊണ്ട് ഈ MSM സമ്മേളനത്തിൽ വിതരണം ചെയ്ത പുസ്തകം, അത് മുഴുവനും ഖുർആന്റെ നിഷേധമാണ്. ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 102-ാമത്തെ ആയത്ത് ഇല്ലായിരുന്നെങ്കിൽ എന്ന് തോന്നും വിധ അദ്ദേഹം എഴുതി. മനുഷ്യന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പലതും ഈ ഭൂമുഖത്തുണ്ട്. അപ്പോ സലാം സുല്ലമിയുടെ ബുക്ക് പഠിക്കണമെങ്കിൽ ഗ്ലൗസ് വേണം. ഈ നിലയിൽ അവരുടെ ഹദീസ് പണ്ഡിതന്മാരെ അപഹരിച്ചുപോയി. കാരണം അല്ലാഹുവിന്റെ മതത്തെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയവരാണ്.